ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ താലപ്പൊലിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ നമ്മുടെ താലപ്പൊലി നടക്കുകയാണ്. അപ്പൊ താലപ്പൊലിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ആനക്ക് നടന്ന് പൂരൊക്കെ എഴുന്നള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാത്ത കുറച്ച് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഇത് ലാക്മിയുടെ ഐക്കോണിക് കാജലുണ്ടല്ലോ, ഐക്കോണാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് 190, അതായത് 190 രൂപയാണ് കേട്ടോ. പക്ഷെ ഇതിന് ഇപ്പോൾ അവർ വിൽക്കുന്നത് 150, അതായത് 150 രൂപയ്ക്ക്. ഒരെണ്ണം അല്ല കേട്ടോ, രണ്ടെണ്ണം. ഇതിൽ ഏതെടുത്താലും രണ്ടെണ്ണത്തിന് 150 രൂപ. ഇതിൽ മെയ്ബിലിന്റെ പ്രൊഡക്റ്റും കണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു മെയ്ബിലിന്റെ. അപ്പോൾ മെയ്ബിലിനുണ്ട്, ലാക്മി ഉണ്ട്, ലാക്മിയുടെ വേറെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലൂ ഹെവൻ ഉണ്ട്, പിന്നെ ഏതൊക്കെയോ ഞാൻ കേൾക്കാതെ ഏതൊക്കെയോ ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലാക്മിയുടെ ഈ ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് വെർത്തായിട്ട് തോന്നിയിരുന്നു കേട്ടോ. അതായത് ഒരെണ്ണത്തിന് 190 രൂപ വരും. അത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ 150 രൂപ വരുള്ളൂ. അങ്ങനെ പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. ചെറിയൊരു വിശ്വാസക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ കടയിൽ ഒരുപാട് കുട്ടികളുടെ പേന, പെൻസില്, കളറിങ് പെൻസിൽ, അങ്ങനത്തെ ബുക്ക് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് റേറ്റ് ഒക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ലെഗിങ്സ്, ബിസ്ക്കറ്റ് പാൻറ്, സിഗരറ്റ് പാൻറ് എന്നൊക്കെ പറയാം, ഒരെണ്ണത്തിന് 100 രൂപയായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കത്തി, കടാര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. 10 രൂപയിൽ കത്തി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇത് കൊച്ചു കത്തി. പിന്നെ ഇവർ മറ്റേ ഗുജറാത്തി അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, രാജസ്ഥാനി അങ്ങനത്തെ ആൾക്കാരുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഇവർ ഭൂരിഭാഗം സാധനങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംഭവങ്ങളെ കണ്ടില്ല, അവിടെ ഇരിക്കുന്ന ആയുധങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുകയാണ്. അപ്പം അതിൽ നിന്ന് 2 ഐറ്റം നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം അതിൽ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് വാങ്ങിച്ചത്, എത്രയ്ക്കാണ് റേറ്റിനാണ് വാങ്ങിച്ചതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരപ്പം തന്നെ ഇതാക്കിയായിരുന്നു കേട്ടോ, ഉണ്ടാക്കി വെക്കുമായിരുന്നു. അങ്ങനെ അവരുണ്ടാക്കി തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കി വെക്കായിരുന്നു. കൂടുതൽ മൂവായിട്ടിരിക്കുന്നത് ഈ ഒരു ഐറ്റം ആണെന്ന് അവർ പറയുകയും ചെയ്തു കേട്ടോ. എനിക്കും തോന്നിയായിരുന്നു. കാരണം ഈ ഒരു ഐറ്റം ഞാൻ നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സൂക്കിൻ്റെ ഒക്കെ ബാഗില്ലേ, അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയാം പുറമേ കാണുമ്പോൾ. പക്ഷെ ക്വാളിറ്റി ആയിട്ട് സൂക്കിൻ്റെ പരിസരത്തേക്കില്ല. അങ്ങനത്തെ കുറേ ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടിയ റേറ്റ് അങ്ങനത്തെ ബാഗിന് 300 രൂപയായിരുന്നു. 100 രൂപ, 150 രൂപ, 190 രൂപ, ആ റേറ്റിനൊക്കെ അത്യാവശ്യം നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എഴുതിരുതാൻ 10 രൂപ കട, 20 രൂപ കട, 30 രൂപ കട, 40 രൂപ കട, അങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു. അവിടെയൊക്കെ അടിപൊളി കമ്മലുകളുണ്ടായിരുന്നു കേട്ടോ. കമ്മൽ എനിക്ക് ഭയങ്കര വെറുത്തായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇതുപോലെ പാത്രങ്ങൾ, മറ്റേ ഓരല്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുറം 3 എണ്ണം 100 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പാത്രങ്ങളൊക്കെ അത്യാവശ്യം നമ്മളിങ്ങനെ വില പേശണം. പിന്നെ അതല്ല ഇത്ര അങ്ങനെയൊക്കെ പറഞ്ഞു വില പേശുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കടക്കാരും സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ വില പേശുന്ന രീതിയിൽ ആയിരിക്കാം. പക്ഷെ കുറേ കടക്കാരൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. കണ്ട 20 രൂപ, 30 രൂപ. പിന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതെടുത്താലായിരിക്കും പറയാ, ചിലപ്പോൾ അവർ സ്റ്റേഷനറി ഐറ്റംസ് ആയിരിക്കും പറയാ, ചിലപ്പോൾ കോസ്മെറ്റിക് അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ വില ഉണ്ടാവും. പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. കോട്ടൻ്റെ ഒക്കെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ നോർമലി റൂമിലൊക്കെ യൂസ് ചെയ്യുക അങ്ങനത്തെ രീതിക്കൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. പിന്നെ ഇത് ജ്യൂസ്, ബജ്ജി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഇവിടെ കുറേ സൈസ് ബജ്ജി ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കോഴിഫ്ലവർ ബജ്ജി ഉണ്ടല്ലോ, അത് വാങ്ങിച്ചായിരുന്നു. കുഞ്ഞൊരു പ്ലേറ്റ് ആണ്, പക്ഷേ പ്ലേറ്റിൻ്റെ അടിയിലൊരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. 60 രൂപയ്ക്ക് ഉള്ള വർത്തായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സോസൊക്കെ വെച്ചിട്ട് സോസ് എനിക്കങ്ങനെ ഇഷ്ടമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണോ മിക്സറിൻ്റെ കേക്ക്, മിക്സറിൻ്റെ അത് കേക്ക്, അതായത് കപ്പലിൻ്റെ കേക്കൊക്കെ ഉണ്ടല്ലോ, കപ്പലിൻ്റെ മിഠായി, അതുപോലെ ഇത് മിക്സറിൻ്റെ അങ്ങനത്തെ സംഭവം ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്കത് ആ ടേസ്റ്റ് ഇഷ്ടാവില്ലല്ലോ എന്ന് തോന്നി, അതിൻ്റെ പേരിൽ എടുത്തില്ല. അങ്ങനെ പിന്നെ പച്ച കളർ തേൻ മിഠായി ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാൻ മഞ്ഞ കളർ കണ്ടിട്ടുണ്ട്, ചുവപ്പ് കളർ കണ്ടിട്ടുണ്ട്, വെള്ള കളർ കണ്ടിട്ടുണ്ട്. പക്ഷെ പച്ച കളർ ഞാൻ ആദ്യമായിട്ട് കാണാം. കളർ വ്യത്യാസമുള്ളൂ, എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണാം. പിന്നെ ഈ കാണുന്ന പുള്ളിയിലും ആ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന പുള്ളി, ഈ ഗ്യാപ്പ് മറുക്ക പുള്ളിനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കാണിച്ചു തരാം, ഇപ്പം ശരിയാക്കി തരാം. ദൂവാ നിൽക്കുന്ന പുള്ളിയിൽ ആ ഫേസ് കാണുന്ന പുള്ളിയാണ് കേട്ടോ. എൻ്റെ ഇപ്പുറം നിൽക്കണേ തൊപ്പിച്ച പുള്ളി രാവിലെ 7 മണിക്ക് അങ്ങോട്ട് തുടങ്ങി കരിമ്പ് ജ്യൂസ് അടിയാടെ നിൽക്കുന്നില്ല. 4:30 ആയിട്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കച്ചവടം ഉണ്ടാവട്ടെ, നല്ലവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളിയുടെ കരിമ്പ് നല്ല രീതിക്ക് മൂവ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വാങ്ങുന്നുണ്ടായിരുന്നു, വീണ്ടും വാങ്ങിച്ചു കുടിക്കുന്നുണ്ടായി. പിന്നെ ഈ ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ മനസ്സിലായിരുന്നു ഞാൻ ഏതോ വീഡിയോ യൂട്യൂബിലേക്ക് വേണ്ടി അങ്ങാണ്ട് എടുക്കുന്നേ, ഞാൻ ഇരുന്ന് കൊടുക്കാനൊക്കെ ഭാഗത്തിൽ പുള്ളി സഹകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിയുടെ കുറേ സൈസ് പപ്പടം ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റി പച്ചക്കറികളുടെ ഒക്കെ ഉള്ള പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, 1-2 എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചു നോക്കാം.
പിന്നെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല പപ്പടമാണ്. പിന്നെ എനിക്ക് പപ്പടം വലിയ ക്രൈസില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ ഈ പുള്ളി ഉണ്ടല്ലോ, ഈ ഇതുപോലത്തെ കുറേ മെഹന്തിയുടെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൈയുടെ അടിയിൽ മാത്രം ഇടാനായിട്ടാണെങ്കിൽ 50 രൂപ, കൈയുടെ അടിയിലും കൈയുടെ ഇങ്ങനെ തണ്ടട അവിടെ വരില്ല, അത് മുട്ടിൻ്റെ ഒക്കെ അവിടെ വരില്ല, അവിടെയും കൂടി ഇടാനാണെങ്കിൽ 100 രൂപ. അത് അപ്പുറത്തും, അതായത് കൈയുടെ പുറടിയിലും ഉള്ളങ്കയിലൊക്കെ ഇടാനാണെങ്കിൽ ഫുള്ളായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ 200 രൂപ. അങ്ങനെ കേട്ടോ അവർ ചാർജ് വാങ്ങുന്നത്. അങ്ങനെ ഒരു ഏരിയ മാത്രം 50 രൂപ വെച്ചിട്ട് നമ്മൾ കൈ ഫുള്ളായിട്ട് മുട്ടുവരെ അകവും പുറത്തൊക്കെ ഇട്ട് വരുമ്പോൾ 200 രൂപ. അങ്ങനെ പണ്ട് മുതലേ എനിക്കിതിലൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ കറങ്ങുന്ന സാധനങ്ങൾക്ക് കുറിച്ച് ഒരിഷ്ടം. അങ്ങനെ പിന്നെ കരിമ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമാവണമൊക്കെ വാങ്ങിക്കാം. പിന്നെ എനിക്ക് പൂരത്തിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ ക്രൈസില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. ഈ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ നോക്കി അതുപോലെ ഒരുപാട് കടയിൽ ചോദിച്ച് വില പേശിയിട്ടൊക്കെ വാങ്ങണം കേട്ടോ നല്ലത്. അപ്പം നല്ല കുറവിന് കിട്ടും. ഈ മല കമ്മല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നി കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി. അത് സാധാ കടയിൽ നിന്ന് വാങ്ങണേ വിട്ടിട്ട് വില കുറവുള്ളതും ഉണ്ട്, ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ച് നോക്കേണ്ടി വരും. പിന്നെ ഇപ്പുറത്തെ കടയിലെ വില ആയിരിക്കില്ല അപ്പുറത്തെ കടയിൽ. അപ്പോൾ നിങ്ങൾ 2-3 കടയിലൊക്കെ കയറി ഇറങ്ങി നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇവിടുത്തെ ആവശ്യമില്ലാണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.